വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പുഡിംഗ് ആയിട്ടുള്ള ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പുഡിങ്ങാണ് ക്യാരറ്റ് പുഡിംഗ്. ഇളനീർ പുഡിംഗ് ഒക്കെ പോലെ തന്നെ. അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് നമ്മൾ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ, അതിൻ്റെ കളറും ഉണ്ട്. പലരും പല രീതിയിലുമാണ് ഈ ക്യാരറ്റ് പുഡിങ് തയ്യാറാക്കാറ്. ചിലർ ഈ പുഡിങ് തയ്യാറാക്കുമ്പം ക്യാരറ്റ് വേവിച്ചിട്ടാണ് പാലിലേക്ക് ചേർത്ത് കൊടുക്കാറ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം ആ ഒരു ക്യാരറ്റിൻ്റെ ഫ്ലേവറും ഈ ഒരു പുഡിങ്ങിൻ്റെ കളറും ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ക്യാരറ്റ് വേവിക്കാതെയാണ് ഞാനിപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ഐഷാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പുഡിംഗ് എങ്ങനെ തയ്യാറാക്കി നോക്കാം. അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റ് തന്നെയാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. എന്നാലും നമുക്കത് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് വേവിച്ചിട്ടല്ല ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. പലരും ക്യാരറ്റ് പുഡിംഗ് തയ്യാറാക്കുമ്പോൾ ക്യാരറ്റ് വേവിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോ വേവിക്കാതെ 1.5 ക്യാരറ്റ് നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ 1 കപ്പോളം വരുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയത്, പിന്നെ അതിലേക്ക് നമുക്ക് 2 കപ്പ് പാലാണ് വേണ്ടത്. അപ്പൊ 2 കപ്പ് പാലിലേക്ക് 1 കപ്പ് ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയതാണ് വേണ്ടത്. പിന്നെ ഞാനിതിലേക്ക് അല്പം കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിന്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്താലും മതി. പിന്നെ പഞ്ചസാര ഒരു 1/3 കപ്പ് എടുത്തിട്ടുള്ളത്. നമ്മൾ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് അല്പം തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത് ഞാൻ അല്പം മാത്രം എടുത്തിട്ടുള്ളൂ. ഒരു 1/4 കപ്പ് തേങ്ങ ചെരുവിയത് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ ചൈന ഗ്രാസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പുള്ള റെസിപ്പീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈന ഗ്രാസ് 2 കപ്പ് പാലിലേക്ക് നമുക്ക് വേണ്ടത് 8 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അതിന്റെ മെഷർമെന്റ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇളനീർ പുഡിങ്ങിന്റെ റെസിപ്പിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. നമുക്ക് ബ്ലെൻഡറിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടില്ല. ഇനി ഇതിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ലൂസായി പോകും നമ്മളുടെ ഈ ജ്യൂസ്. ഇത് നല്ല തിക്ക് ആയിട്ട് കിട്ടണം, എന്നാലേ നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടണം. അതായത് ഒരു തരിയൊന്നും പാടില്ല, നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിച്ച ശേഷമാണ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ എല്ലാ പുഡിങ്ങിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒരു വേറെ പാത്രത്തിൽ നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാനുണ്ട്. അപ്പൊ അതിനായിട്ട് ചൈന ഗ്രാസ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. സോക്ക് ചെയ്ത് ഒരുപാട് നേരം ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. അപ്പൊ നല്ല സോഫ്റ്റ് ആവും ചൈന ഗ്രാസ്. ഇനി നമുക്ക് ഇത് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ഞാൻ ചെറിയ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ക്ലിയർ ലിക്വിഡ് ആവുന്നത് വരെ നമുക്ക് മെൽറ്റ് ചെയ്യണം. അത് സാധാ പുഡിങ്ങിലേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ആ നേരം കൊണ്ട് പാല് തിളച്ച് വരണം. അപ്പോൾ ചൈന ഗ്രാസ് ഇപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. അതുപോലെ തന്നെ പാലും തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ്. ഞാൻ ചൈന ഗ്രാസ് ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പാല് ആവുന്നതിന് മുമ്പ് തന്നെ ചൈന ഗ്രാസ് മെൽറ്റായി കഴിയും. അപ്പോൾ അപ്പോഴേക്കും അത് കട്ടിയായി പോകും കേട്ടോ.
പിന്നെ നമ്മൾ പുഡിംഗ് ഒക്കെ റെഡിയാക്കുമ്പോൾ പാല് ഒത്തിരി നേരം വെച്ചിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഒന്ന് തിളച്ചിട്ടുണ്ട് പാല്. ഇതിലേക്ക് ഇനി ബാക്കി എല്ലാ ചേരുവകളും നമുക്ക് ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ. ഒരുപാട് നേരം പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ടെമ്പറേച്ചർ വരെ മാത്രം പാല് തിളപ്പിച്ചെടുത്താൽ മതി പുഡിങ്ങിലേക്ക് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര, കണ്ടൻസ് മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മധുരമൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. പിന്നെ ഈ ക്യാരറ്റ് പുഡിങ്ങിലേക്ക് കണ്ടൻസ് മിൽക്ക് നിർബന്ധമാണ്, ഏകദേശം നിർബന്ധമാണ്. ഇനി ഇല്ലാണ്ടേയും തയ്യാറാക്കാം, പക്ഷെ അത്ര ടേസ്റ്റ് വരില്ല. കണ്ടൻസ് മിൽക്ക് ചേർത്താലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. കാരണം നമ്മൾ ഈ ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കുന്നത് വേവിക്കാതല്ലേ. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർത്താലേ ആ ഒരു നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ ക്യാരറ്റ് പുഡിങ്ങിന്റെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാരറ്റ്, നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്, അതും കൂടി. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ചൈന ഗ്രാസ് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് അരച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറാവും. നമ്മൾ വേവിക്കാതെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു കളറാവും ഈ ഒരു പുഡിങ്ങിന്. അപ്പൊ നമ്മൾ ഇതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തേങ്ങ ചിരവിയതാണ്. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചിരവിയത് ചേർത്തിട്ട് ഒരുപാട് നേരം നമ്മൾ തിളപ്പിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒട്ടും നിർബന്ധമില്ല. ഇങ്ങനെ നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഒന്ന് നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കടിക്കാനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രം ഈ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ആയത് ചേർത്ത് കൊടുക്കാം. അരിപ്പയിലൂടെ വേണം ചേർത്ത്. അപ്പോൾ ചൈന ഗ്രാസും എല്ലാം നമ്മളിപ്പോൾ ചേർത്തു. നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് ചൈന ഗ്രാസ് ചേർത്ത ശേഷം 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് പുഡിങ്ങിന്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേയിലാണ് ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾക്ക് മോൾഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, നല്ല ഭംഗിയുണ്ടാവും മോൾഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പം അതിലേക്ക് നമുക്ക് ക്യാരറ്റ് പുഡിങ്ങിന്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ താഴെയാണ് ഏത് പുഡിങ്ങും സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാറ്. ഫ്രീസറിലൊന്നും ആരും പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാറില്ല. ഇത് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം ഫ്രിഡ്ജിൽ താഴെ, അല്ലെങ്കിൽ കവർ ചെയ്യാതെയും വെക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇതിന് മുകളിൽ ഡെക്കറേഷൻ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായ ശേഷം മാത്രമേ ഡെക്കറേഷൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം താഴേക്ക് പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായാൽ നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുഡിങ് ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയും പഞ്ചസാരയും കൂടി ചേർത്ത് വറുത്തിട്ടുള്ള ആ ഒരു മിക്സ്ചറാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുഡിങ് തയ്യാറാക്കിയപ്പോൾ കുറച്ചധികം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം പിസ്റ്റാച്ചോസ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ക്യാരറ്റ് പുഡിങ്ങിന് ഇതിൻ്റെ ഡെക്കറേഷൻ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്.
ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്താച്ചസ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുഡിങ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ, നമുക്ക് കട്ട് ചെയ്തിട്ട്. ഈ ക്യാരറ്റ് പുഡിങ്ങും ഇളനീർ പുഡിങ്ങും ഒക്കെ തയ്യാറാക്കുമ്പം ചൈന ഗ്രാസിൻ്റെ ഒരു അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഇതിലേക്കൊക്കെ ഞാൻ പാകത്തിന് മാത്രമാണ് ചൈന ഗ്രാസ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു പുഡിങ്ങിന്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഷുവറായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു കളറുമാണ്, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു പുഡിങ്ങിന്. നമുക്ക് നിർത്താനേ തോന്നാത്ത ഒരു ടേസ്റ്റാണ് ഈ ക്യാരറ്റ് പുഡിങ്ങിന്. അപ്പോൾ ഇതുവരെ ക്യാരറ്റ് പുഡിങ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ക്യാരറ്റ് വേവിച്ചിട്ടാണ് ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വേവിക്കാതെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ചേഞ്ച് ഉണ്ട്, നല്ല ടേസ്റ്റിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസൊക്കെ നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക. താങ്ക്